നിന്നിലേക്ക് ഭാഗം 65. ശിവ അക്കുവിനെ തുറച്ചു നോക്കി. അവൻ പതിയെ എഴുന്നേറ്റ് നിന്ന് ശിവയെ നോക്കി പുച്ഛിച്ചു. അപ്പോ നിനക്ക് ആദ്യമല്ല അറിയായിരുന്നു അല്ലേ? ഞാനാണ് നിന്റെ കൂടെ നിന്ന് ചതിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നു അല്ലേ? അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. നിന്റെ കൂടെ തന്നെ നിന്ന് ഇവളെ ഉണ്ടല്ലോ, നിന്റെ മിത്രയെ, അവളെ തട്ടിയെടുക്കാനായിരുന്നു എൻ്റെ ഉദ്ദേശം. ആ പോട്ടെ, അത് നടന്നില്ല. ഏതായാലും ഇനി നിന്റെ മുന്നിൽ നിന്ന് തന്നെ അവളെ ഞാൻ എൻ്റേതാക്കിയേക്കാം. അക്കു ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞു. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? ശിവ ശാന്തമായി ചോദിച്ചു. അക്കു അവനെ പുച്ഛത്തോടെ നോക്കി. നിന്റെ കൂടെ നിന്ന് നിന്റെ പെണ്ണിനെ തന്നെ ഞാൻ കണ്ണുകൾ കൊണ്ട് കാമിച്ചെങ്കിൽ അത് നേരിട്ട് ചെയ്യാനാണോടാ എനിക്ക് പണി. പിന്നെ ദേ അവൾ വിദ്യ. അതും പറഞ്ഞവൻ വിദ്യയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. വിദ്യ വിശ്വയുടെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അക്കുവിനെ നോക്കി. ഇവളോട് എനിക്ക് അങ്ങനെ മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരിക്കൽ ഞാൻ കണ്ടു വിശ്വയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവളെ. സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും നിന്റെ ഇവളുടെയും പ്രണയം ആരും അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതെനിക്ക് ഗുണമായി. അക്കു വിശ്വയോട് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. വിശ്വ അവനെ നോക്കി പല്ലിറുമ്മി. അത് കണ്ട് അവൻ ചിരിയോടെ വീണ്ടും ശിവയെ നോക്കി. ഇവൻ വിദ്യയെ കാണാൻ പോകുന്നതെല്ലാം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ എന്നോട് പറഞ്ഞില്ല ആ കാര്യം. എന്നോടൊന്നല്ല, ആരോടും പറഞ്ഞില്ല. അക്കു പുച്ഛിച്ചു. ആര് പറഞ്ഞു? എൻ്റെ അനിയത്തിയുടെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുവരെ മിണ്ടാതിരുന്ന വിച്ചുവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നപ്പോൾ വിദ്യ അവനെ ഞെട്ടലോടെ നോക്കി. അവൻ എങ്ങനെ എല്ലാം അറിഞ്ഞു എന്ന ചിന്തയിലായിരുന്നു അവൾ ആ സമയം. അത് മനസ്സിലാക്കിയ പോലെ വിശ്വ തന്നെ സംസാരിച്ചു തുടങ്ങി. അതെ, എല്ലാം ഞാൻ ശിവയോടും വിഷ്ണുവിനോടും പറഞ്ഞിട്ടുണ്ട്. അതും അന്ന് തന്നെ. അന്ന് ഗിരീഷിനെ അവസാനമായിട്ട് ഗോഡൗണിൽ വെച്ച് നമ്മൾ കണ്ടില്ലേ, ആ രാത്രിയിൽ തന്നെ. വിശ്വ വിദ്യയെ തനിക്കരികിലേക്ക് പിടിച്ചു നിർത്തി. വിദ്യ അവനെ അമ്പരപ്പോടെ നോക്കി. എന്താടി ഇങ്ങനെ നോക്കുന്നേ? അന്ന് നിന്നെ കൊണ്ടുപോകാൻ കോളേജിൽ വരണ്ടാന്ന് നീ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ നമ്മുടെ കാര്യം നിന്റെ ഏട്ടനോട് പറയുന്നത്. വിശ്വ അവളുടെ തലയിൽ കൊട്ടി. വിദ്യ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് വിച്ചുവിനെ ഒന്ന് നോക്കി. അവൻ അവളെ നോക്കി പുഞ്ചിരിയോടെ നിന്നു. പക്ഷേ എന്നാ പോയി പറയുന്ന അന്ന് ഞാൻ മെസ്സേജ് ഇട്ട് പറഞ്ഞപ്പോൾ എനിക്ക് റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ, അതെന്താ? വിദ്യ മുഖം വീർപ്പിച്ചു. അത് കണ്ട് വിശ്വ ഒന്ന് ചിരിച്ചു. അന്ന് ഞാനും അജു അക്കുവും ഗിരീഷിനെ പൂട്ടിയിട്ടെടുത്തായിരുന്നു. നിന്നോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു അക്കു പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നത്. അതാ ഞാൻ റിപ്ലൈ തരാതിരുന്നേ. പിന്നെ അതങ്ങനെ വിട്ടു. പക്ഷേ നിന്റെ ഏട്ടനോടും ശിവയോടും ഞാൻ അന്ന് തന്നെ എല്ലാം പറഞ്ഞിരുന്നു. വിശ്വ അവളെ പ്രണയത്തോടെ നോക്കി. വിദ്യ കള്ളപ്പിണക്കത്തോടെ അവനിൽ നിന്നും മുഖം തിരിച്ചു. അത് കണ്ട് വിശ്വ ഒന്ന് ചിരിച്ചു. ശിവ അക്കുവിനെ നോക്കി. വിശ്വയുടെ തുറന്നു പറച്ചിൽ കേട്ട് കണ്ണും മിഴിച്ചു നിൽക്കുവാണ് അവൻ. എന്താടാ, നിനക്കിപ്പോൾ ഒന്നും പറയാനില്ലേ? ശിവയുടെ വാക്കുകളിൽ പരിഹാസം. അക്കുവിനത് മനസ്സിലാവുകയും ചെയ്തു. ഓ അത് ശരി, അപ്പോൾ എല്ലാം എല്ലാവർക്കും അറിയാമായിരുന്നു അല്ലേ? ആ സാരല്ല, എന്തായാലും എൻ്റെ പ്ലാൻ ഏറെക്കുറെ നടന്നില്ലേ. പിന്നെ എടാ വിശ്വ, വിദ്യ അവളെ ഇങ്ങോട്ട് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. അക്കു വഷളത്തരത്തിൽ വിദ്യയെ ഒഴിഞ്ഞു നോക്കി. അത് കണ്ട് വിശ്വ പെട്ടെന്ന് അവളെ പിടിച്ച് അവൻ്റെ പുറകിലേക്ക് നിർത്തി. എടാ പന്നെ, ഒതുക്കി വെച്ച നിന്റെ നാക്ക്. സ്വന്തം പോലെ കണ്ടുപോയി ഞാൻ നിന്നെ എന്ന് കരുതി നാക്കിന് ലൈസൻസ് ഇല്ലാതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കലിയോട് അവനോട് അത്രയും പറഞ്ഞുകൊണ്ട് വിശ്വ അക്കുവിനെ അടിക്കാനായി അവനടുത്തേക്ക് പാഞ്ഞു വന്നു. വിശ്വ, ശിവ വിളിച്ചു. വിശ്വ ശിവയെ തിരിഞ്ഞു നോക്കി. നിന്റെ രോഷം എനിക്ക് മനസ്സിലാവും, പക്ഷേ തൽക്കാലം ഒന്ന് ക്ഷമിക്ക്, അങ്ങോട്ട് മാറി നിൽക്ക്. ശിവ വിശ്വയുടെ തോളിൽ ഒന്ന് തട്ടി. ഛേ! അവൻ ദേഷ്യത്തോടെ ശിവയുടെ കൈ തട്ടി മാറ്റി. അക്കു ചുണ്ടുകൊട്ടി. മതിയടാ, കൂടുതൽ ഓവറാക്കാതെ നീ. വിദ്യയെ കാണാതായെന്ന് വിഷ്ണു അറിയുന്ന നിമിഷം അത് ശിവയെ അറിയുന്ന എനിക്ക് ഉറപ്പായിരുന്നു. നിങ്ങൾ വിദ്യയെ തിരഞ്ഞിറങ്ങുന്ന സമയം നോക്കി മിത്രയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോരാൻ ആളെ വരെ ഏർപ്പെടുത്തിയതാ ഞങ്ങൾ. അക്കു പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരിലും ഒരു ഞെട്ടൽ പ്രകടമായി. ശിവ പെട്ടെന്ന് മിത്രയെ തിരിഞ്ഞു നോക്കി. കണ്ണു നിറച്ച് അവനെ നോക്കി നിൽക്കുന്നുണ്ട് അവൾ. ശ്രീ, ഇവിടെ വാ. ശിവ മിത്രയെ വിളിച്ചു. മിത്ര സംശയത്തോടെ അവനെ നോക്കി. അജു, അവളെ വിട്. അവൻ മിത്രയെ ശ്രദ്ധിക്കാതെ അജുവിനോട് പറഞ്ഞു. അജു മിത്രയിലുള്ള പിടി വിട്ടു. വാ. ശിവ വീണ്ടും അവളെ വിളിച്ചു. അവൾ അവൻ്റെ മുന്നിൽ വന്നു നിന്നു. എന്തിനാ കരയുന്നേ? അവൻ ചോദിച്ചു. അവൾ ഒന്നുമില്ല എന്ന് മൂളി. എന്നിൽ നിന്നും ഇവൻ നിന്നെ തട്ടിയെടുക്കുമെന്ന് കരുതിയിട്ടാണോ? അവൻ ചോദിച്ചു. മിത്ര ശിവയുടെ മുഖത്തേക്ക് നോക്കി കണ്ണു നിറച്ചു. എന്താടാ? അവൻ ചോദിച്ചു. ഇയാളെന്നെ ഒന്നും ചെയ്യില്ല, എൻ്റെ കൂടെ ദത്തേട്ടനില്ലേ? അവൾ പറഞ്ഞു. ശിവ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ എന്തിനാ കരയുന്നേ? അവൻ അവളെ ചേർത്തു പിടിച്ചു. മിത്ര അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അക്കുവിനെ ഒന്ന് നോക്കി. അവളെ വല്ലാത്ത ഭാവത്തോടെ നോക്കുന്ന അക്കുവിനെ കണ്ട് അവൾക്ക് അറപ്പ് തോന്നി.
ഇയാളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല ദത്തേട്ടാ. എനിക്ക് സ്വയം എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. ഇത്രയും വൃത്തികെട്ട മനുഷ്യനാണല്ലോ ഞാൻ എൻ്റെ സ്വന്തം ഏട്ടനായി കണ്ടതെന്നോർത്ത്. അവൾ അക്കുവിനെ വെറുപ്പോടെ നോക്കി. അക്കു അവളെ നോക്കി ചിരിച്ചു. നീ എന്നെ എങ്ങനെ വേണമെങ്കിലും കണ്ടോ, അതിലെനിക്ക് ഒരു പ്രശ്നവുമില്ല മിത്ര. പക്ഷേ എൻ്റെ മുന്നിൽ വെച്ച് നീ ഇവനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കരുത്. അത് കാണുമ്പോൾ മാത്രം എനിക്കെൻ്റെ സമനില തെറ്റുന്നു. എൻ്റെ മുന്നിൽ നിന്ന് നിങ്ങളിങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്നതോ, എന്തിനേറെ ഇവൻ നിന്നെ തൊടുന്നതോ എനിക്കിഷ്ടല്ല. കാരണം ഇവനേക്കാൾ മുന്നേ നിന്നെ മനസ്സിൽ കയറ്റിയവനാ ഞാൻ. അവൻ്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. മിത്ര അവനെ ദേഷ്യത്തോടെ നോക്കി. നിങ്ങൾക്ക് എന്നോടുള്ളത് അതിന് പ്രണയാണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുതലാളിക്ക് വേണ്ടി എന്നെ പങ്കുവയ്ക്കാൻ പ്ലാൻ ചെയ്യൂ. വെറുപ്പ് തോന്നുന്നുണ്ടോ എനിക്ക് തന്നോട്? കൂട്ടുകാരൻ്റെ ഭാര്യയെ അനിയത്തിയായി കാണേണ്ടവൻ. ഛേ! മിത്ര നിന്ന് തിളച്ചു. ശിവ അവളുടെ തോളിലുള്ള പിടിമുറുക്കി. അക്കു പൊട്ടിച്ചിരിച്ചു. ഇന്നത്തെ രാത്രി മൈക്കിളിന് കൊടുക്കാന്ന് ഏറ്റതാ ഞാൻ. അതുകൊണ്ട് ആ വാക്കെനിക്ക് പാലിക്കണം. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാ പെണ്ണെ. പിന്നെ ഏതായാലും എല്ലാവരും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇവിടെ നിന്ന് തിരികെ പോകുന്നത് ഞാനും നീയും മാത്രമായിരിക്കും. ശിവ, നിന്നെ എന്നോ കൊന്നു തള്ളേണ്ടതായിരുന്നു ഞാൻ. എങ്കിൽ പിന്നെ ഇപ്പോൾ ഇങ്ങനൊരു തടസ്സം പോലെ നീ ഞങ്ങൾക്ക് മുന്നിൽ വരില്ലായിരുന്നു. അക്കു ശിവയെ നോക്കി ദേഷ്യത്തിൽ ചുമരിൽ ആഞ്ഞടിച്ചു. ശിവ പുഞ്ചിരിച്ചുകൊണ്ട് മിത്രയെ പിടിച്ച് അക്കുവിൻ്റെ അടുത്തേക്ക് തള്ളി. ശിവ! കാശിയും വിശയും അജുവും വിച്ചുവും ഒരുപോലെ വിളിച്ചുപോയി. മിത്രയും അവനെ കണ്ണുമിഴിച്ച് നോക്കുകയാണ്. അക്കു ശിവയെ സംശയത്തോടെ നോക്കി. തൊടടാ, നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ പെണ്ണിനെ തൊട്. ശിവ പുച്ഛത്തോടെ പറഞ്ഞു. അവൻ്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യം കാണവേ അക്കുവിന് ഭയം തോന്നിയെങ്കിലും അത്രയും പേരുടെ മുന്നിൽ ആ ഭയം തുറന്നു കാണിക്കാൻ അവന് തോന്നിയില്ല. അവൻ ചിരിയോടെ ശിവയെ നോക്കി. ആഹാ, വാശിയാണോ മോനെ ശിവ? അത് വേണ്ട, നീ തോറ്റു പോവുകയുള്ളൂ. അക്കു ഒരു ആക്കലോടെ പറഞ്ഞു. വാശിയായി തോന്നുന്നെങ്കിൽ വാശി തന്നെ. ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ട് നോക്ക് നീ. ശിവ അവൻ്റെ മുണ്ട് ഒന്നുകൂടി അഴിച്ചു മുറുക്കി കെട്ടി. അക്കു ശിവയെ നോക്കിക്കൊണ്ട് തന്നെ മിത്രയെ വഷളച്ചിരിയോടെ ഉഴിഞ്ഞു നോക്കി. അത് കണ്ട് അവജ്ഞയോടെ അവൾ അവനിൽ നിന്നും മുഖം തിരിച്ചു. മിത്ര! അക്കു വിളിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കൈകൾ മിത്രയുടെ തോളിലേക്ക് ഉയർന്നു. അതേ നിമിഷം മിത്ര കൈ ഉയർത്തി അവൻ്റെ കവിളിലേക്ക് വീശിയടിച്ചു. ശിവയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. അക്കുവും മറ്റുള്ളവരും അവളെ ഞെട്ടലോടെ നോക്കി. ഡീ! പെട്ടെന്ന് ബോധം വന്നതുപോലെ അക്കു അവൻ്റെ കവിളിൽ കൈവച്ചുകൊണ്ട് അവളെ വിളിച്ചു. എൻ്റെ ദേഹത്തെങ്ങാനും നീ തൊട്ടാ? അവൾ കത്തുന്ന കണ്ണുകളോടെ അവനെ നോക്കി. ആദ്യമായി അവളിൽ നിന്നും അത്രയും ദേഷ്യം നിറഞ്ഞ നോട്ടം കണ്ടവരെല്ലാം അവളെ മിഴിച്ചു നോക്കി. അക്കുവിനും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ശിവയുടെ മുന്നിൽ പൂച്ചയെപ്പോലെ നിൽക്കുന്നവൾ. അവൻ ഓർത്തു. അക്കു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ സ്ത്രീയെ തൊട്. ശിവ വീണ്ടും പറഞ്ഞു. ഒപ്പം അല്പം കൂടി അവൻ മുന്നോട്ട് വന്നു. എന്താടാ? നീ എന്നെ പേടിപ്പിക്കുകയാണോ? ഇവളെ ഞാൻ തൊട്ടാ നീ എന്തു ചെയ്യും? എടി, നീ എന്നെ അടിച്ചല്ലേ? അതും പറഞ്ഞ് അവൻ മിത്രയുടെ തോളിലേക്ക് വീണ്ടും കൈ ഉയർത്തി. മിത്ര അവനെ ദേഷ്യത്തോടെ നോക്കി. അവൻ വഷളച്ചിരിയോടെ അവളുടെ തോളിൽ തൊടാനായി ആഞ്ഞു. അതേ നിമിഷം തന്നെ അക്കുവിൻ്റെ അലർച്ച അവിടെ ഉയർന്നു കേട്ടു. മിത്ര ഞെട്ടലോടെ ശിവയുടെ മുഖത്തേക്ക് നോക്കി. കാശിയുടെയും അജുവിൻ്റെയും വിശ്വയുടെയും ചുണ്ടിൽ പുച്ഛച്ചിരി വിരിഞ്ഞു. വിദ്യ പേടിയോടെ വിശ്വയുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. വിച്ചുവും ആകെ കണ്ണുമിഴിച്ച് നിൽക്കുകയാണ്. അക്കു അലറിക്കൊണ്ട് ചുമരിൽ പോയി ഇടിച്ചു നിന്നു. എല്ലാവരുടെയും നോട്ടം നിലത്തേക്കായിരുന്നു. മിത്രയുടെ തോളിൽ കൈവയ്ക്കാൻ പോയ അവൻ്റെ 2 വിരലുകൾ നിലത്ത് വീണ് കിടക്കുന്നു. മുന്നിൽ രക്തം പുരണ്ട കത്തിയുമായി ശിവ അക്കുവിനെ നോക്കി ചിരിച്ചു. തൊടടാ എൻ്റെ പെണ്ണിനെ, തൊട്. ആ കൈ വെച്ച് തന്നെ നീ തൊടവളെ. അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പാഞ്ഞു ചെന്ന് അലറി. കൈ പൊത്തിപ്പിടിച്ചു നിൽക്കുന്ന അക്കുവിൻ്റെ കൈ പുറകിലേക്ക് തിരിച്ചൊടിച്ചു. അവൻ്റെ അലർച്ച അവിടെ ആകെ ഉയർന്നു കേട്ടു. മിത്ര പെട്ടെന്ന് അജുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അജു അവളെയും വിദ്യയും പിടിച്ച് അല്പം മാറ്റി നിർത്തി. ഇവിടെ നിന്ന് രണ്ടാളെ എങ്ങോട്ടും പോരുത്, ഒരു താക്കീതോടെ അജു പറഞ്ഞു. മിത്രയും വിദ്യയും പെട്ടെന്ന് തല കുലുക്കി. വിഷു അവൻ്റെ കയ്യിലുള്ള ചങ്ങലയെടുത്ത് അക്കുവിൻ്റെ പുറകിലൂടെ പോയി അത് അവൻ്റെ കഴുത്തിലിട്ട് മുറുക്കി. അക്കു ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അപ്പോഴേക്കും ശിവ അവൻ്റെ വയറ്റിൽ പഞ്ച് ചെയ്യാൻ തുടങ്ങി. കാശിയും വിച്ചുവും അവർക്കടുത്തേക്ക് പോയി. പക്ഷേ പെട്ടെന്ന് റൂമിലേക്ക് കയറി വന്ന 8-10ഓളം ആളുകളെ കണ്ട് മിത്രയും വിദ്യയും പകച്ചുപോയി. ദത്തേട്ടാ? മിത്രയുടെ ഭയന്നുകൊണ്ടുള്ള സ്വരം. ശിവ സംശയത്തോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അവൻ ഞെട്ടിപ്പോയി. മിത്രയുടെ കഴുത്തിൽ കത്തിവെച്ച് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മൈക്കിൾ.
വിദ്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റൊരുത്തനും നിൽക്കുന്നുണ്ട്. മൈക്കിളിന്റെ മുഖത്ത് മുഴുവൻ രക്തമാണ്. ശിവ അവനെ പകപ്പോടെ നോക്കി. അത് കണ്ട് വായിൽ നിറയുന്ന ചോര പുറത്തേക്ക് തുപ്പിക്കൊണ്ട് മൈക്കിൾ ചോര പുരണ്ട അവന്റെ പല്ലുകൾ കാണിച്ച് ശിവയെ നോക്കിയൊന്ന് ചിരിച്ചു. ദത്തേട്ടാ, മിത്ര കണ്ണ് നിറച്ചുകൊണ്ട് വിളിച്ചു. ശിവയുടെ കണ്ണുകളും നിറഞ്ഞുപോയി. മുന്നിൽ വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞുപോയ നിമിഷങ്ങൾ വീണ്ടും മിഴിവോടെ തെളിഞ്ഞു വരുന്നു. ഐഷു, ഏഞ്ചൽ, അവളുടെ ജീവിതം. ഒടുവിൽ അവളുടെ വയറ്റിലേക്ക് ചില്ല് കുത്തിയിറക്കുന്ന നിമിഷം. ജയിലിൽ വെച്ച് സുഗുവിനെ കുത്തിയത്. അങ്ങനെ ശിവയുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ തകർന്നുപോയ നിമിഷങ്ങൾ അവനെ വീണ്ടും തേടിയെത്തി. ഏഞ്ചൽ, അവളെപ്പോലെ എൻ്റെ ശ്രീയും. പേടിയോടെ അവളുടെ കഴുത്തിലിരിക്കുന്ന കത്തിയിലേക്ക് ശിവ നോക്കി. ദത്തേട്ടാ, മിത്ര വിതുമ്പലോടെ വിളിച്ചു. മൈക്കിൾ, അവളൊന്നും ചെയ്യരുത്. ശിവ പേടിയോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. ഏയ്! മൈക്കിൾ പെട്ടെന്ന് ആ കത്തി ശിവയുടെ നേർക്ക് ചൂണ്ടി. അവിടെ നിൽക്ക്, അടുത്തേക്ക് വന്നാ തീർക്കും ഞാൻ ഇവളെ. മൈക്കിൾ ആ കത്തി അവളുടെ കഴുത്തിലേക്ക് അമർത്തി വെച്ചു. മിത്ര കണ്ണുകൾ ഇറുക്കിയടച്ചു. എടാ, അവളെ വിട്ടേക്ക് മൈക്കിൾ, ഇത് നിനക്ക് നല്ലതിനാവില്ല, കാശിയും പറഞ്ഞു. മൈക്കിൾ അവനെ നോക്കി പുച്ഛിച്ചു. വിശ്വയുടെ കൈകൾ അക്കുവിന്റെ കഴുത്തിലെ ചങ്ങലയിൽ നിന്നും അയഞ്ഞു. അവൻ വിദ്യയെയും മിത്രയെയും ആകുലതയോടെ നോക്കി. മൈക്കിൾ, അവളെ വിട്ടേക്ക്. ശിവ പതിയെ അവനടുത്തേക്ക് നടന്നെടുത്തു. അടുത്തേക്ക് വരരുത് ശിവ, കൊല്ലു ഞാനിവളെ. മൈക്കിൾ മിത്രയുമായി അല്പം കൂടി പുറകിലേക്ക് നീങ്ങി നിന്നു. അവളെ കൊന്നുകളയും മൈക്കിൾ. ആ, അക്കു ആ വേദനയ്ക്കിടയിലും മൈക്കിളിനോട് പറഞ്ഞു. ശിവ അക്കുവിനെ തിരിഞ്ഞു നോക്കി. അത് കണ്ട് അവനൊന്ന് ചിരിച്ചു. ദത്തേട്ടാ, മിത്ര വീണ്ടും വിളിച്ചു. ശ്രീ, പേടിക്കണ്ട, അവൻ ഇടർച്ചയോടെ പറഞ്ഞു. മൈക്കിളിന്റെ കയ്യിലുള്ള കത്തി അവളുടെ കഴുത്തിൽ നിന്നും ഇറങ്ങി അവളുടെ കയ്യിലേക്ക് എത്തിയത് ശിവ കണ്ടു. മൈക്കിൾ, വേണ്ട, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ വെറുതെ വിടില്ല നിന്നെ ഞാൻ, ശിവ പേടിയോടെ പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും മൈക്കിളിന്റെ കയ്യിലുള്ള കത്തി മിത്രയുടെ ഡ്രസ്സിന്റെ സ്ലീവിനുള്ളിലേക്ക് തുളഞ്ഞു കയറി കഴിഞ്ഞിരുന്നു. മിത്ര അലറി. ശ്രീ! ശിവ ഞെട്ടി. മൈക്കിൾ ശിവയെ നോക്കിക്കൊണ്ട് തന്നെ അവളുടെ കയ്യിലൂടെ ആ കത്തി താഴേക്ക് വരഞ്ഞു. മിത്ര ഉറക്കെ കരഞ്ഞു. എല്ലാവരും ഞെട്ടലോടെ അവരെ നോക്കി. ശിവ ചലിക്കാൻ കഴിയാതെ നിന്നുപോയി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശ്രീ അവൻ പുലമ്പി. മൈക്കിൾ വിജയച്ചിരിയോടെ അവനെ നോക്കി. മിത്രയുടെ കയ്യിൽ നിന്നും നിലത്തേക്ക് രക്തം ഒഴുകിയിറങ്ങി. ദത്തേട്ടാ, തളർന്നു പോയവളുടെ സ്വരം. ശിവ കണ്ണുകൾ ഇറുക്കി അടച്ചു. അടുത്ത നിമിഷം വലിച്ചു തുറന്ന അവന്റെ കണ്ണുകൾ കണ്ട് മൈക്കിൾ അവനെ പകപ്പോടെ നോക്കി. ശിവയുടെ കണ്ണുകൾ ചുറ്റും എന്തിനോ പരതി. പെട്ടെന്ന് എന്തോ കണ്ടതുപോലെ അവന്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. അടുത്ത നിമിഷം ശിവ തന്റെ സൈഡിൽ വീണ് കിടക്കുന്ന ഇരുമ്പുവടിയെടുത്ത് മൈക്കിളിന്റെ ചെവിയും മുഖവും നോക്കി ആഞ്ഞു വീശി. ഒരലർച്ചയോടെ അയാൾ ചുമരിലേക്ക് ഇടിച്ചു വീണു. മിത്ര കുഴഞ്ഞ് താഴേക്ക് വീഴാനാഞ്ഞു. ശ്രീ! അവൻ ആ ഇരുമ്പുവടി നിലത്തേക്കിട്ട് പെട്ടെന്ന് അവളെ താങ്ങിപ്പിടിച്ചു. കാശി, വിച്ചു, അജു, വിടരുത്, ഒറ്റൊന്നിനെ വെറുതെ വിടരുത്, ശിവ ഉറക്കെ പറഞ്ഞു. അടുത്ത നിമിഷം ശിവയുടെ കയ്യിൽ നിന്നും വീണ ഇരുമ്പുവടിയെടുത്ത് വിശ്വവിദ്യയുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്നവന്റെ തലയ്ക്ക് ആഞ്ഞടിച്ചു. അയാൾ നിലത്തേക്ക് പിടഞ്ഞു വീണു. വിദ്യ പേടിയോടെ വിശ്വയെ നോക്കി. കാശിയും മുന്നോട്ട് പാഞ്ഞു വരാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും അക്കു ഒരു കയ്യാൽ കാശിയുടെ കഴുത്തിലൂടെ ചങ്ങലയിട്ട് മുറുക്കിയിരുന്നു. കാശിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. അപ്പോഴേക്കും വിച്ചുവും അജുവും വിശ്വയും ചേർന്ന് ബാക്കിയുള്ളവരെ തല്ലി ഒതുക്കാൻ തുടങ്ങി. ശിവ മിത്രയെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തി പതിയെ അവളുടെ കവിളിൽ തട്ടി. ശ്രീ, കണ്ണൂർക്ക്. കണ്ണുകൾ അടഞ്ഞു പോകുന്നവളെ നോക്കി അവൻ പേടിയോടെ പറഞ്ഞു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മിത്ര പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു. ദത്തേട്ടാ, അവൾ തേങ്ങിക്കൊണ്ട് വിളിച്ചു. ശ്രീ! അവൻ ഇടർച്ചയോടെ അവളെ വിളിച്ചു. എനിക്ക് ഒന്നുമില്ല ദത്തേട്ടാ, പേടിക്കണ്ട. അവൾ അവൻ്റെ കവിളിൽ തലോടി. ശ്രീ! അവൻ കണ്ണു നിറച്ചുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് ചുണ്ടമർത്തി വെച്ച് വിതുമ്പി. ഞാൻ പറഞ്ഞതല്ലേ കൂടെ വരണ്ടാന്ന്, അവൻ വേദനയോടെ ചോദിച്ചു. മിത്രേച്ചി! അപ്പോഴേക്കും വിദ്യ അവരുടെ അടുത്തേക്ക് വന്ന് മിത്രയുടെ അടുത്തേക്കിരുന്നു. മിത്രേച്ചി! അവൾ പേടിയോടെ വിളിച്ചു. ശിവ മിത്രയിൽ നിന്നും ചുണ്ടകത്തി മാറ്റി അവളെ തന്നെ ഉറ്റുനോക്കി. ഒന്നുമില്ല ദത്തേട്ടാ, അവൾ പതിയെ പറഞ്ഞു. ശിവ പതിയെ അവൻ്റെ മുണ്ടിൻ്റെ തുമ്പ് കീറിയെടുത്ത് അവളുടെ കയ്യിൽ പതിയെ കെട്ടിക്കൊടുത്തു.
മിത്ര വേദനയോടെ പറഞ്ഞു. ഏയ്, ഒന്നുമില്ല, ഒന്നുമില്ല ശ്രീ. അവൻ അവൾക്ക് ഊതിക്കൊടുത്തു. പക്ഷേ പെട്ടെന്ന് എന്തോ കണ്ടതുപോലെ അവളുടെ കണ്ണുകൾ ഭയത്താൽ വികസിച്ചു. ദത്തേട്ടാ, കാശിയേട്ടൻ. അവൾ ശിവയുടെ പുറകിലേക്ക് വിരൽ ചൂണ്ടി. ശിവ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അക്കുവിൻ്റെ കയ്യിലെ ചങ്ങലയ്ക്കുള്ളിൽ പിടഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്ന കാശിയെ കണ്ട് ശിവ ഞെട്ടി. വിദ്യ, ശ്രീയെ നോക്ക്. അതും പറഞ്ഞ് അവൻ പെട്ടെന്ന് കാശിയുടെ അടുത്തേക്ക് ഓടി. ഡാ! ശിവ അലറിക്കൊണ്ട് അവർക്കടുത്തേക്ക് ഓടി വന്നു. അക്കുവിന് ഒന്ന് ചിന്തിക്കാൻ കഴിയും മുന്നേ ശിവ അവൻ്റെ മുഖം നോക്കി കൈ ചുരുട്ടി ഇടിച്ചു കഴിഞ്ഞിരുന്നു. അക്കു പുറകിലേക്ക് മലർന്നടിച്ചു വീണു. ശിവ പെട്ടെന്ന് കാശിയുടെ കഴുത്തിൽ നിന്നും ചങ്ങല അഴിച്ചെടുത്തു. അവൻ ചുമച്ചുകൊണ്ട് കഴുത്ത് പൊത്തിപ്പിടിച്ചു. ചങ്ങല വലിഞ്ഞു മുറുകി അവൻ്റെ കഴുത്തിൽ ആകെ ചുവന്നു വന്നിരുന്നു. കാശി, എടാ! ശിവ വെപ്രാളത്തോടെ വിളിച്ചു. അവനെ നോക്ക്. കാശി അക്കുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ശിവ അക്കുവിനെ തിരിഞ്ഞു നോക്കുന്ന സമയം കൊണ്ട് അക്കു അവൻ്റെ ഡ്രസ്സിൽ മറച്ചു വെച്ചിരുന്ന കത്തി വലിച്ചെടുത്ത് ശിവയ്ക്ക് നേരെ വീശി. ശിവ അവനെ പുച്ഛത്തോടെ നോക്കി. അക്കു ദേഷ്യത്താൽ പല്ല് കടിച്ച് ആ കത്തി ശിവയ്ക്ക് നേരെ വീണ്ടും വീശി. ശിവ കാലുയർത്തി ആ കത്തി ചവിട്ടിത്തെറിപ്പിച്ച് അക്കുവിനെ അടിക്കാൻ തുടങ്ങി. അവൻ്റെ കൈകരുത്തിന് മുന്നിൽ അക്കു തോറ്റുപോയി. തളർച്ചയോടെ നിലത്തേക്ക് വീണവനെ കലിയടങ്ങാതെ ശിവ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി. ദത്തേട്ടാ! മിത്ര പേടിയോടെ വിളിച്ചു. ശിവയുടെ നോട്ടം അക്കുവിൽ നിന്നും മിത്രയിലേക്ക് പോയി. മിത്രയെ കൊല്ലാനായി അവൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരുവൻ. ശ്രീ! അത് കണ്ട് പേടിയോടെ ശിവ അലറിക്കൊണ്ട് അവൾക്കടുത്തേക്ക് ഓടി വന്നു. പക്ഷെ പെട്ടെന്ന് അജു മിത്രയ്ക്കടുത്തേക്ക് പാഞ്ഞു വരുന്നവനെ പിടിച്ച് അവൻ്റെ കയ്യിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങി അത് അയാളുടെ വയറ്റിലേക്ക് കുത്തിയിറക്കി. അയാൾ അലറി. അജു ദേഷ്യത്തോടെ അവനിൽ പലതവണ ആ കത്തി കുത്തിയിറക്കി അവനെ പുറകിലേക്ക് തള്ളി. അവൻ പിടഞ്ഞുകൊണ്ട് പ്രാണൻ വെടിയുന്നത് കണ്ട് അജു ചിരിച്ചു. അവൻ്റെ നോട്ടം എല്ലാം കണ്ട് അവനെ തന്നെ നോക്കി നിൽക്കുന്ന ശിവയിലേക്ക് പോയി. എൻ്റെ അടുത്ത് നോക്കാൻ ഏൽപ്പിച്ചതല്ലേ നിന്റെ പെണ്ണിന്? ഒരബദ്ധം പറ്റി. പക്ഷേ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കോടാ? അജു ചിരിയോടെ ചോദിച്ചു. ശിവ ഒന്ന് നിശ്വസിച്ചു. നോട്ടം മിത്രയിലേക്ക് നീണ്ടു. അജുവിനെ പേടിയോടെ നോക്കിയിരിക്കുകയാണ് അവൾ. അത് കണ്ട് ശിവ തലയ്ക്ക് കൈ കൊടുത്തുപോയി. അജുവും അപ്പോഴാണ് മിത്രയുടെ മുഖത്തേക്ക് നോക്കുന്നത്. തന്നെ നോക്കുന്ന അവളുടെ കണ്ണുകളിലെ പേടി കണ്ടവന് വല്ലായ്മ തോന്നി. വിദ്യയും ആകെ പേടിച്ച് വിറച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ മിത്രയ്ക്കടുത്തേക്ക് അജുവിന് പോവാൻ കഴിയുന്നതിന് മുന്നേ പുറകിൽ നിന്നും കിട്ടിയ ശക്തമായ ചവിട്ടിൽ അജു നിലത്തേക്ക് കമഴ്ന്നു വീണിരുന്നു. ഡാ! അത് കണ്ട് ശിവ ദേഷ്യത്തോടെ അജുവിനെ ചവിട്ടിയവനെ വിളിച്ചുകൊണ്ട് അവനടുത്തേക്ക് പാഞ്ഞെടുത്തു. ശിവയെ ചവിട്ടാൻ ഉയർത്തിയ അയാളുടെ കാലിൽ പിടിച്ചവൻ ഉയർത്തി ചുമരിലേക്ക് അടിച്ചു. അയാളിൽ നിന്നും നിലവിളി ഉയർന്നു. കുറച്ചധികം നേരം നിറഞ്ഞു നിന്ന സംഘട്ടനം. മൈക്കിൾ ദേഹമാസകലം ചോരയും ഒലിപ്പിച്ച് ഒരു മൂലയ്ക്ക് കിടക്കുന്നുണ്ട്. ശിവ അത്രത്തോളം ക്രൂരമായി അയാളെ തല്ലി ചതച്ചിരുന്നു. ശിവ, അക്കു, അവനെ നീ എന്ത് ചെയ്യാൻ പോവാ? തീർത്തേക്കേട്ടെ ഞാൻ? വിശ്വ ദേഷ്യത്തോടെ ചോദിച്ചു. ശിവ വിശ്വയൊന്ന് നോക്കിക്കൊണ്ട് അക്കുവിൻ്റെ അടുത്തേക്ക് നടന്നു. ശിവയുടെ വരവ് കണ്ട് വായിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ചോര പുറത്തേക്ക് തുപ്പി അക്കു ഒന്ന് ചിരിച്ചു. കൊല്ലട എന്നെ, അല്ലെങ്കിൽ ഞാൻ ഇനിയും വരും നിന്റെ പെണ്ണിന് വേണ്ടി. ആ അവസ്ഥയിലും അക്കുവിൻ്റെ കണ്ണുകൾ മിത്രയിലേക്ക് നീണ്ടു. മിത്ര അവനെ അറപ്പോടെ നോക്കി. എന്തു പറഞ്ഞടാ? ശിവ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ അക്കുവിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അക്കുവിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു വന്നു. ദത്തേട്ടാ! മിത്ര പേടിയോടെ നിലത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വിദ്യ അവളെ പതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ദത്തേട്ടാ, വേണ്ട ദത്തേട്ടാ, ഇയാളെ കൊന്ന് എൻ്റെ ദത്തേട്ടൻ എന്നീ ജയിലില്. എനിക്ക് വേറെ ആരാ ഉള്ളേ? ദത്തേട്ടാ, വേണ്ട. മിത്ര തേങ്ങിക്കരഞ്ഞുകൊണ്ട് ശിവയുടെ തോളിൽ കൈവച്ചു. ഛേ! ശിവ ദേഷ്യത്തോടെ അക്കുവിൻ്റെ കഴുത്തിൽ നിന്നും കൈയെടുത്തു മാറ്റി. നിന്നെ ഞാൻ കൊല്ലുന്നില്ല. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ വാ എൻ്റെ പെണ്ണിന് വേണ്ടി. ശിവ അത് കാണട്ടെ, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. അക്കു അവനെ നോക്കി തളർച്ചയോടെ കിടന്നു. ചങ്ക കൊണ്ടു നടന്ന് സ്നേഹിച്ചതാ നിന്നെയൊക്കെ ഞാൻ. പക്ഷേ കൂടെ നിന്ന് ചതിച്ച് എൻ്റെ പെണ്ണിനെ തന്നെ മോഹിച്ച നിനക്ക് ശിവ ഒരിക്കലും മാപ്പ് തരില്ല അക്കു. ശിവ ദേഷ്യത്തോടെ പറഞ്ഞു. കൊല്ലൂടാ നീ എന്നെ? എന്നാ കൊല്ല്. അക്കു തളർന്ന സ്വരത്തിൽ പറഞ്ഞു. എന്ന് ശിവയെ നീ ചതിച്ച് എൻ്റെ ശത്രുപക്ഷത്ത് ചേർന്നോ അന്നേ നിനക്കുള്ള ശിക്ഷ നീ സ്വയം തേടിയിരുന്നു. ആ ശിക്ഷ ഉടനെ നിന്നിലേക്ക് എത്തിച്ചേരും. അത്രയും പറഞ്ഞുകൊണ്ട് ശിവ അവിടെ നിന്നും എഴുന്നേൽക്കുമ്പോഴേക്കും അതുവരെ കൂടപ്പിറപ്പിനെ പോലെ കണ്ടവൻ്റെ മാറ്റം സഹിക്കാൻ കഴിയാതെ ശിവയുടെ കണ്ണിൽ നിന്നും
2 തുള്ളി അടർന്ന് അക്കുവിൻ്റെ കയ്യിലേക്ക് വീണിരുന്നു. ആ നിമിഷം അക്കുവും അവനെ ഒന്ന് നോക്കി. പക്ഷേ അവനോട് ചേർന്ന് നിൽക്കുന്ന മിത്രയെ കാണുന്തോറും അക്കുവിന് ദേഷ്യമാണ് തോന്നിയത്. ദത്തേട്ടാ, മിത്ര ഇടർച്ചയോടെ അവനെ വിളിച്ചു. ആരെ ഒരു പരിധി കൂടുതൽ സ്നേഹിക്കരുതെന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാ ശ്രീ. പക്ഷേ പക്ഷെ ദത്തേട്ടൻ വീണ്ടും വീണ്ടും തോറ്റുപോന്നൂടി. എല്ലാവരും കൂടെ എന്നെ. അത്രയും പറഞ്ഞപ്പോഴേക്കും ശിവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മിത്ര പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ശിവയുടെ കൈകളും അവളെ വരിഞ്ഞു മുറുക്കി. കണ്ടു നിന്നവരുടെയെല്ലാം കണ്ണുകൾ നിറഞ്ഞിരുന്നു. വിച്ചു വിദ്യയെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. അവൾക്കരികിലായി വിശ്വയുമുണ്ടായിരുന്നു. കാശിയും അജുവും വിശ്വയും അക്കുവിനെ തന്നെ നോക്കി. എന്തോ അവരിലും ആ സമയം പേരറിയാത്തൊരു നൊമ്പരം നിറഞ്ഞിരുന്നു. 5 ആള് ചേർന്ന ഗ്യാങ്. ശിവ, കാശി, അജു, അക്കു, വിശ്വ, അത്രയും ഒന്നായി കഴിഞ്ഞവർ. പക്ഷെ ഇപ്പോൾ കാശിക്ക് സങ്കടം കൊണ്ട് നെഞ്ചു വിങ്ങി. പക്ഷേ ക്ഷമിക്കാൻ മാത്രം കഴിയുന്നില്ല. ശിവ മിത്രയിൽ നിന്നും അകന്നു മാറി അവളെ തൻ്റെ ഒരു കൈയിലേക്ക് ചേർത്തു പിടിച്ചു. കാശി, വിച്ചു, പോവാം, അവൻ ആരെയും നോക്കാതെ പറഞ്ഞുകൊണ്ട് മിത്രയുമായി മുന്നോട്ട് നടന്നു. എന്നെ കൊന്നിട്ട് പോടാ, ഇല്ലെങ്കിൽ ഞാൻ ഇനിയും വരും. അപ്പോഴും പകയോടെ അക്കു വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇനി നിനക്കൊരു മടങ്ങിവരവ് ഉണ്ടാവില്ല അഖിൽ. ഇനി ഒരിക്കലും തമ്മിൽ കാണാതിരിക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് ശിവ മുന്നോട്ട് നടന്നു. തുടരും.